നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൻ അർഹിക്കുന്നില്ല. നാളെ പൂജയ്ക്ക് അവനൊരു ബാധ്യതയാകാൻ പാടില്ല. എന്റെ കുടുംബത്തിൽ കയറി കളിച്ചവനവൻ. കുഞ്ഞുനാൾ മുതൽ എന്റെ മകൻ കൊണ്ടു നടന്ന സ്വപ്നത്തെ തകർത്തവനാണവൻ. കൊല്ലാം, ഞാൻ കൊല്ലാം. അങ്ങനെ അങ്ങ് കൊല്ലാനേ അവൻ എലിയും കൊതുകൊന്നുമല്ല. എലിയെയും കൊതുകിനെയും കൊല്ലുന്നതിനേക്കാൾ എളുപ്പമാണ് മനുഷ്യനെ കൊല്ലാൻ. ചുമ്മാ അലങ്കാരത്തിനല്ല ഞാൻ ഈ സർവീസ് റിവോൾവർ കൊണ്ടു നടക്കുന്നത്. പ്രതിയുടെ പ്രത്യാക്രമണത്തിൽ ജീവൻ അപകടത്തിലായ പോലീസ് ഓഫീസർ മറ്റു വഴികളില്ലാതെ ആയുധം ഉപയോഗിച്ചു. ഏതായാലും 302 അടിച്ചു തരാൻ പോകുന്നില്ല. ഏറിയാലൊരു 304. കൾപ്പബിൾ ഹോമിസൈഡ്, മനഃപൂർവമല്ലാത്ത നരഹത്യ. അതിൽ നിന്ന് പുഷ്പം പോലെ ഊരാൻ ശരവണൻ അറിയാം. ഞാനത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പണിയല്ല സാറേ. പറ, അവന്റെ പണി തീർത്തു തന്നാൽ എനിക്കെന്ത് കിട്ടും? എന്ത് വേണം? കുടുംബസ്നേഹം കൊണ്ടൊന്നുമല്ല ഡോക്ടർ ഈ നാറിയ കളി കളിക്കുന്നതെന്ന് എനിക്കറിയാം. അധികാരം, ആർത്തി, മെഡിക്കൽ കോളേജ്, അങ്ങനെ അനേകായിരം പദ്ധതികൾ ഈ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം സാറേ. പ്രതിഫലം നക്കാപ്പിച്ചാ പോരെന്ന് സാരം. ചോദിച്ചോളാം, സമയമാകുമ്പോ ഞാൻ ചോദിച്ചോളാം. സാർ പറഞ്ഞാട്ടെ. താൻ എവിടെ? ഞാനിവിടെ ടൗണിലുണ്ട് സാർ. താൻ അത്യാവശ്യമായി ഇവിടെ IG ഓഫീസിലെത്തണം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്തി സാർ, ഒരു 5 മിനിറ്റ്. ഓക്കെ. അയാളെ വിശ്വസിക്കാമോ ദത്ത? വിശ്വസിക്കാം സാർ. റാങ്കിൽ SI ആണെങ്കിലും ആൾ എഫിഷ്യന്റാ. മുമ്പ് ഇതുപോലെ പല സ്വകാര്യ ഓപ്പറേഷനുകളിലും അയാൾ എന്റെ കൂടെ വളരെ സിൻസിയറായി വർക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ, അതൊക്കെ ഞാൻ തന്റെ ഇഷ്ടത്തിന് വിടുന്നു. മറ്റൊരു അലിഗേഷനും ഉണ്ടാകാതെ താൻ ശ്രദ്ധിക്കണം സർ. രക്ഷിക്കാനായാലും ശിക്ഷിക്കാനായാലും ഇന്ന് തന്നെ ദത്തൻ അവനെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ സർ. തന്നെ വിളിപ്പിച്ചതെന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ സർ. ദത്തന്റെ ഒപ്പം ഉണ്ടാവണം. ഇന്ന് നൈറ്റിലെ ഓപ്പറേഷൻ പാളിപ്പോകാൻ പാടില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് അവർ സിറ്റി വിട്ടു പോകാൻ പാടില്ല സർ. ആദിത്യനും പൂജയും ഒരുമിച്ച് തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ട്. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ ഗുഡ് ന്യൂസ് കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ DGPയുടെ മുന്നിൽ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് എനിക്ക് നിമിർന്നു നിൽക്കാൻ പറ്റില്ല. എനിവേ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരവണ സർ, അവനെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ അവനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. മനസ്സിലായോ സർ? അവൻ എനിക്ക് കുഞ്ഞളിയനല്ല, കുഞ്ഞനുജന. അറിയാം സർ. വാ കേറ്. ഞാൻ ആമിയെ പെണ്ണു കാണാൻ വരുമ്പോ ആദ്യം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. പെണ്ണിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവനെയാ. പിന്നെ ഞാനും അമ്മയും തമ്മിലൊരു മത്സരമായിരുന്നു അവനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ജയിച്ചത് ഞാൻ തന്നെയാണെന്നാ ഇപ്പോഴും എൻ്റെ വിശ്വാസം. അതെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ സാർ. സാറ് വിഷമിക്കണ്ട, ആദിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല.
എനിക്ക് വല്ലാതെ വിശക്കുന്നു ആദി. ഒരു മിനിറ്റ്. ഈ ബ്രെഡും പഴം എടുത്ത് കഴിച്ചൂടെ? വേണ്ട, എനിക്ക് ഓർക്കുമ്പോ തന്നെ മനം പുരട്ടുന്നു. എനിക്ക് വേറെ എന്തേലും വേണം. അയ്യോ, ഇപ്പോൾ ഈ നേരത്ത് ബിബീസിനെ വിളിച്ചാൽ അത് കൂടുതൽ കുഴപ്പമാവും. ഏതായാലും ഞാൻ നോക്കട്ടെ. ആദി, എന്താടോ? സോറി. എന്തിന്? അല്ല, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിന്. ഞാൻ സഹിച്ചു, പോരെ? അതപ്പോ വലിയ കാര്യം. ഞാൻ പോയിട്ട് വരാം. സൂക്ഷിക്കണേ. നീ ഏതാടാ? ഞാൻ ഫ്രണ്ടാ. ആരുടെ? കൂട്ടുകാരൻ. ആരുടെ? ബിബീഷിന്റെ കൂട്ടുകാരനാ. നേരാണോടാ? ഇവൻ നിന്റെ കൂട്ടുകാരനാണോടാ? എന്താടാ നിന്റെ പേര്? പേര് പറയടാ. ആദി. ആദിത്യൻ അല്ലേ? ഞാൻ ഊഹിച്ചു. എവിടെടാ നിന്റെ കൂടെയുള്ള പെണ്ണ്? അത് ശരി. അപ്പൊ തട്ടുംപുറത്ത് നിങ്ങൾ മാർത്താണ്ഡം പിള്ളയുടെ ചിലവിൽ മധുവിധു ആഘോഷത്തിലായിരുന്നു അല്ലേ? നിനക്ക് കൊണ്ടോടാ ഈ കൂട്ടുകച്ചവടത്തിൽ പങ്ക്? ഇവൻ ഈ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ഇവന് വേണ്ടിയിട്ടാണോ അതോ നിനക്ക് വേണ്ടിയിട്ടാണോ? എന്താ ഇത്? കൂലടെ നീ മിണ്ടിപ്പോരു. കണ്ണിൽ ഞാൻ കാന്താരി അരച്ചു പുരട്ടും. നീയും കൂടി അറിഞ്ഞിട്ടാ ഈ തിരുവാതിരയൊക്കെ അല്ലേ? നീ മിണ്ടരുത്. നീ പറയൂ, നീ ഇവരിൽ ആരെ വിശ്വസിച്ചാ കൂടെ ഇറങ്ങി വന്നത്? എന്താ പെൺകുട്ടി ചോദിച്ചത് കേട്ടില്ലേ? ആദ്യ